ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ. ഞാൻ ഒറ്റയ്ക്ക് ഗുരുവായൂരമ്പലത്തിൽ പോയ ഒരു അനുഭവം പറയട്ടെ. ബസ്സിലാണ് പോയത്. 9:30 കയറി 10:43 അവിടെ എത്തി. ഒറ്റയ്ക്ക് വരുന്ന സ്ത്രീകൾക്ക് അഫോർഡബിൾ ആയി താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം. ഗുരുവായൂർ ദേവസ്വം വക ഷീ സ്റ്റേ ഹോം 265 രൂപയാണ്. ഡോർമെട്രി 6 ബെഡുകളോട് കൂടിയ ഒരു ബെഡിന് അവർ ഈടാക്കുന്നത്. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും അതിലുണ്ടായിരുന്നു. ടോയ്ലറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. റെസ്റ്റോറന്റ് വരുന്നത് താഴത്തെ നിലയിലാണ്. വെജും നോൺ വെജും അവൈലബിൾ ആണ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇവിടെ ലഭ്യമാണ്. ഇവിടുന്ന് 1 കിലോമീറ്റർ മാത്രമാണ് അമ്പലത്തിലേക്കുള്ള ദൂരം. നടക്കിലെത്തിയപ്പോൾ തന്നെ വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. കണ്ണന് സമർപ്പിക്കാൻ ഒരു തുളസിമാലയും വാങ്ങി. നമ്മുടെ കണ്ണനെ ഒന്നും വാങ്ങാതെ പോകുന്നത് ശരിയല്ലല്ലോ. നിർമാല്യം തൊഴണമെന്ന് വിചാരിച്ചായിരുന്നു ഞാൻ തലേദിവസം തന്നെ പുറപ്പെട്ടത്. പക്ഷെ എന്ത് പറയാനാ, കണ്ണനെ കണ്ട് കണ്ട് മതിയാവുന്നില്ല. കണ്ണൻ മാടി വിളിക്കുന്നത് പോലെ തോന്നി. എന്നാൽ പിന്നെ വരി നിന്നിട്ടായാലും കണ്ണനെ കണ്ടിട്ട് തന്നെ കാര്യം. ഉള്ളിൽ കയറിയപ്പോൾ കണ്ടത് പൊന്നോടക്കുഴൽ വിളിച്ചു നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെയാണ്. ആ ഒരു അനുഭവം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത് അനുഭവിച്ച് തന്നെ അറിയണം. പിന്നെ ബുക്ക് സ്റ്റോളിൽ നിന്ന് 2006 ഒരു ഡയറിയും വാങ്ങി കൈപിടിച്ചു. അന്ന് വൈകിട്ട് 7 മണി മലപ്പുറത്ത് ഓഡിറ്റോറിയം നന്ദഗോവിന്ദം ഭജൻസിന്റെ ഭജനയും ഉണ്ടായിരുന്നു. ഭഗവാൻ സഹായിച്ച് അത് കാണാനും കേൾക്കാനും സാധിച്ചു. ഭജന കാണണമെന്ന് വളരെ നേരത്തെ ആഗ്രഹമായിരുന്നു. അതും നടന്നു. പിന്നെ പിറ്റേ ദിവസത്തെ നിർമാല്യവും കണ്ടു തൊഴുത് കണ്ണനോട് യാത്ര പറഞ്ഞ് പിന്നെ പോയത് മമ്മിയൂർ ക്ഷേത്രത്തിലേക്കാണ്. ഗുരുവായൂർ വന്നാൽ കൂടി മമ്മിയൂർ ക്ഷേത്രത്തിലേക്ക് പോവാൻ നടക്കാറില്ല. അങ്ങനെ ആ ആഗ്രഹവും സാധിച്ചു. ഗണപതിയെ കുമ്പിട്ട് ഉള്ളിൽ ചെന്ന് ശിവഭഗവാനെയും ദേവി, ഗണപതി, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ, അവസാനം വിഷ്ണു ഭഗവാനെയും പ്രാർത്ഥിച്ച് ഇറങ്ങി. മമ്മിയൂർ പോവാത്തവർ ഒന്ന് പോവണേ, അത് വേറൊരു ഫീലാണ്. പിന്നെ 12:30 ചെക്ക് ഔട്ട് ചെയ്ത് ഞാൻ വീട്ടിലോട്ട് മടങ്ങി.